അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ടു ദിയൻ ഡയറീസ്. ഹായ് കൂട്ടുകാരെ, പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നിസ്കാരത്തിൽ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിസ്കാരം തുടങ്ങുമ്പോൾ ശ്രദ്ധയൊക്കെ ഉണ്ടാവും, പക്ഷേ അവസാനിക്കുമ്പോഴത്തേന് ശ്രദ്ധയൊക്കെ എന്താ പറയുക, അല്ലെങ്കിൽ പലതരം ചിന്തകളിലൂടെ കടന്നു പോയി സലാം വീട്ടുന്നതിന് തൊട്ട് മുന്നെയാണ് ശ്രദ്ധ കിട്ടുക എന്നൊക്കെ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കതിന് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് വിജയിച്ച കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ ഒരു 20 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് അർത്ഥം മനസ്സിൽ വിചാരിച്ച്, അഥവാ ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഒരു 20 പ്രാവശ്യമെങ്കിലും പറയാം. എന്നിട്ട് ഇപ്പോൾ നിസ്കരിക്കാൻ പോകുന്നതിന് മുന്നേ വുളൂ ചെയ്യണമല്ലോ. അപ്പോൾ ആ വുളൂ ചെയ്യുമ്പോൾ ഈ ബാത്റൂമിൽ നിന്നൊക്കെ വുളൂ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം കറാഹത്താണ്, ബാത്റൂമിൽ നിന്നും ടോയ്ലറ്റിൽ നിന്നൊക്കെ വുളൂ എടുക്കുന്നത് കറാഹത്താണ്. വേറെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ സാഹചര്യം ഇല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ അവിടെ നിന്ന് തന്നെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഈ പുറത്ത് പൈപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി വുളൂ ചെയ്യുക. അതേപോലെ വീടിനുള്ളിൽ ഒരു ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ നല്ലതാണ്. കാരണം ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നജസ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വുളൂ ചെയ്യുമ്പോൾ നമ്മൾ പരിപൂർണമായി വുളൂ ചെയ്യാൻ ശ്രമിക്കുക. സുന്നത്തും ഫർളൊക്കെ കൃത്യമായി വ്യക്തമായി എന്താ പറയുക, നിയത്ത് ചെയ്യുമ്പോഴൊക്കെ വുളൂവിൻ്റെ നിയത്തുണ്ടല്ലോ, മുഖം കഴുകുന്ന സമയത്ത് അതൊക്കെ മനസ്സിൽ എന്താ പറയുക, മനസ്സറിഞ്ഞുകൊണ്ട് വുളൂ ചെയ്യുക. പൈപ്പ് സാവധാനത്തിൽ തുറന്നുകൊണ്ട് സാവധാനത്തിൽ വുളുവിന് ശേഷമുള്ള ദുആ ചെയ്യുമ്പോൾ തന്നെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു പോസിറ്റീവ് എന്താ പറയുക, മൈൻഡും പോസിറ്റീവ് ആയിട്ടുള്ളൊരു റിഫ്ലക്ഷനൊക്കെ വരും. പിന്നെ നിസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മുസല്ല, അത് മുസല്ല, നിസ്കാര കുപ്പായം, പായ് അതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ ഒരു 15 ദിവസം കൂടുമ്പോഴെങ്കിലും അലക്കിക്കാണ്ട് വൃത്തിയാക്കി എടുത്ത് വെക്കുക. അതേപോലെ ഓരോ നിസ്കാര ശേഷം അത് മടക്കി വൃത്തിയാക്കി സൂക്ഷിക്കുക. സുഗന്ധം ഉപയോഗിക്കുക. പിന്നെ നമ്മൾ നിസ്കരിക്കുന്ന റൂമിൽ കുട്ടികളുടെയോ അല്ലെങ്കിൽ അങ്ങനെ ആരും സൗണ്ടൊന്നും ഇല്ലാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നമുക്ക് കുറേയൊക്കെ നിസ്കാരത്തിൽ കുപ്പായൊക്കെ ഇട്ട്, പെണ്ണുങ്ങളാണെങ്കിൽ നിസ്കാര കുപ്പായൊക്കെ ഇട്ട് കിബ്ലക്ക് മുന്നിട്ട് റെഡിയായി നിൽക്കുമല്ലോ. അപ്പോൾ നമ്മൾ നിയ്യത്ത് ചെയ്യുമ്പോൾ ഉറക്കെ, അതായത് നമ്മളെ ശരീരം കേൾക്കുന്ന രൂപത്തിൽ നിയ്യത്ത് വെക്കുക. പിന്നെ വജ്ജത്ത് ഓതുമ്പോഴും അതേപോലെ തന്നെ ഫാത്തിഹ ഓതുമ്പോഴും അതേപോലെ സൂറത്ത് ദിക്റുകൾ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ ശരീരം കേൾക്കുന്ന ശബ്ദത്തിൽ, അഥവാ പൊതുവേ തീരെ ശബ്ദമില്ലാതെ അങ്ങനെയല്ലേ, കുറച്ചൊക്കെ ചെറിയൊരു ശബ്ദം, എന്നാൽ വലിയ ശബ്ദം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അഥവാ നമ്മളെ സ്വന്തം ശരീരം കേൾക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതേപോലെ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ച് കണ്ട്, ഇപ്പോൾ ഫാത്തിഹ ഓതുമ്പോൾ ഫാത്തിഹൻ്റെ അർത്ഥം അങ്ങനെയൊക്കെ ആലോചിച്ച് ചിന്തിച്ച് കണ്ട് നിസ്കരിക്കുമ്പോൾ കുറേ ഒരു പരിധി വരെയൊക്കെ നമ്മുടെ എന്താ ശ്രദ്ധ മറ്റു പലതിലേക്കും പോകുന്നതിന് തടയാൻ പറ്റും. നമ്മൾ റബ്ബുമായിട്ട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ റബ്ബിൻ്റെ മുന്നിലാണ് എന്നും കൂടെ ചിന്തിക്കുമ്പോൾ നമുക്കൊന്നുകൂടെ ഒരു പോസിറ്റീവ് എനർജി വരും. അതുപോലെ തന്നെ നിസ്കാര ശേഷം ഓരോ ദിക്റും ദുആകളും ഒക്കെ ചെറിയ ശബ്ദത്തിലും അതുപോലെ അർത്ഥം മനസ്സിൽ വിചാരിച്ച് കണ്ടും ചൊല്ലുമ്പോൾ നമുക്കൊന്നുകൂടി ഒരു എന്താ പറയുക, നമ്മുടെ ശ്രദ്ധയൊക്കെ ഒന്നും കൂടെ കൂട്ടാനും, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു സമാധാനം ഉണ്ടാവും. നിസ്കാരം കഴിഞ്ഞ ശേഷം ഒരു പോസിറ്റീവ് വൈബുണ്ടാവും, അതുപോലെ തന്നെ ഒരു സമാധാനം ഉണ്ടാവും. നല്ലോണം ശ്രദ്ധിച്ച് നല്ല രീതിയിൽ നിസ്കരിക്കാൻ പറ്റിയല്ലോ എന്നൊരു ചിന്താഗതി ഉണ്ടാവും. അങ്ങനെ സലാം വീട്ടി കഴിഞ്ഞാൽ നമ്മൾ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ ദുആകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താ പറയുക, കാണാതെ പഠിക്കുക അല്ലെങ്കിൽ എഴുതി വെക്കുക. ഞാനൊക്കെ ആദ്യം ഒരു പേപ്പറിൽ എഴുതിക്കാണ്ട് അവിടെ ഇങ്ങനെ വെക്കും. ഇപ്പോൾ സുബഹിൻ്റെ ആണെങ്കിൽ സുബഹിൻ്റെ സമയത്ത് ഒരു പേപ്പറിൽ എഴുതിക്കാണ്ട് അവിടെ വെക്കും. ളുഹറിൻ്റെ അങ്ങനെ, അപ്പോൾ നമുക്കത് നോക്കി ചൊല്ലാലോ, അല്ലെങ്കിൽ നമ്മളെ കൈ എത്തുന്ന ദൂരത്ത് വെക്കും, നമുക്കതെടുത്ത് ചൊല്ലാലോ അങ്ങനെ. അപ്പോൾ അതുപോലെ തന്നെ ദിക്റുകളും ദുആകളൊക്കെ ചൊല്ലി റബ്ബിനോട് നന്നായി പ്രാർത്ഥിക്കുക, നമ്മളെ ഈമാൻ വർദ്ധിക്കാനും നമുക്ക് നിസ്കാരം കൃത്യമായി നിസ്കരിക്കാനും അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധ ലഭിക്കാനും നമുക്ക് എന്തൊക്കെ വേണ്ടിച്ചാൽ അതൊക്കെ നന്നായി പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ കൂടുതൽ റബ്ബിനോട് പറയുന്നതല്ലേ നല്ലത്. കാരണം അതൊക്കെ പുറത്താരും അറിയില്ല. അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മളെ റബ്ബിനല്ലേ നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ വിഷമങ്ങളുണ്ടെങ്കിൽ അതൊക്കെ റബ്ബിനോട് നേരിട്ട് സംസാരിക്കുക.
നിസ്കാരശേഷമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത് പടച്ചോൻ പെട്ടെന്ന് സ്വീകരിക്കുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഖുർആൻ എടുത്തിട്ടുണ്ടെങ്കിൽ കയ്യെത്തുന്ന ദൂരത്തൊക്കെ ഖുർആൻ വെക്കുക. എന്നാൽ നമുക്ക് അവിടുന്ന് നീച്ച് പോയി എടുത്ത് വരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക, ദിക്ർ ദുആകൾ ചൊല്ലുക. അപ്പോൾ കുറേയൊക്കെ നമുക്ക് ശ്രദ്ധ ലഭിക്കും. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലെ വിഷമങ്ങളോ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറേ ഒഴിഞ്ഞു പോകും. മനസ്സിനൊരു സമാധാനം കിട്ടും, ഒരു റാഹത്ത് കിട്ടും. നിസ്കാരശേഷം ഒരു എല്ലാവർക്കും ചുറ്റുപാടുള്ളവർ തന്നെ ആയിരിക്കും, ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചുറ്റുപാടുള്ളവരായിരിക്കും. എന്നാലും ഒരു അവനവന് സാധിക്കുന്ന അത്ര എണ്ണം, അഥവാ തീരെ ടൈമില്ലാത്തവരാണെങ്കിൽ ഒരു 20 എണ്ണെങ്കിലും സ്വലാത്ത് എല്ലാ നിസ്കാരശേഷം 20 സ്വലാത്ത് ചൊല്ലണം എന്ന് മനസ്സിൽ നിയ്യത്ത് വെക്കുക. എന്നിട്ടങ്ങനെ 5 വക്തിന് ശേഷം ഒരു 20 എണ്ണെങ്കിലും ചൊല്ലുക. അങ്ങനെ ചൊല്ലുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാകും. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അങ്ങനെ ചൊല്ലാം. അതുപോലെ കുറേ ദിക്റുകളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഒരു 10 എണ്ണം അല്ലെങ്കിൽ ഒരു 5 എണ്ണം അങ്ങനെയൊക്കെ നമ്മൾ സമയത്തിനനുസരിച്ച് അങ്ങനെ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് നിസ്കാരത്തിനോട് കൂടുതൽ താല്പര്യവും പോസിറ്റീവ് ഒരു എനർജി അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് കൂടുതൽ എന്താ പറയുക, സമയമെടുത്ത് സാവധാനത്തിൽ നിസ്കരിക്കാനൊക്കെ തോന്നും. അതുപോലെ ഞാനൊരു കാര്യം വിട്ടു. നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ ഞാൻ റബ്ബിനോട് സംസാരിക്കണം, അല്ലെങ്കിൽ റബ്ബിൻ്റെ മുന്നിലാണ് എന്നൊക്കെ ചിന്തിച്ച് കണ്ട് സുജൂദ് ചെയ്യുമ്പോൾ സുജൂദിൽ കണ്ണടക്കാൻ പാടില്ല കേട്ടോ. നിസ്കാരത്തിൽ നമ്മൾ കണ്ണടച്ചാണ് നിസ്കരിക്കാൻ പാടില്ല. കണ്ണ് തുറന്നു കാണ്ട് അത് റബ്ബിനോടുള്ള ആദരവാണത്രേ, അങ്ങനെ ഞാൻ കേട്ടത്. അപ്പോൾ നമ്മൾ കണ്ണ് തുറന്നു കാണ്ട് നിസ്കരിക്കണം. ഞാൻ ആദ്യമൊക്കെ കണ്ണടക്കുമായിരുന്നു, അഥവാ സുജൂദിലൊക്കെ പോകുമ്പോൾ നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റബ്ബിൻ്റെ മുന്നിലാണ്, റബ്ബിനോട് സംസാരിക്കണം എന്നൊക്കെ ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണടക്കുമായിരുന്നു. പിന്നെ ഒരിക്കലും ഞാനിങ്ങനെ ഒരു പ്രാർത്ഥന സമ്മേളനത്തിൽ കേട്ടു. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ കണ്ണ് തുറന്ന് കാണാൻ നിസ്കരിക്കൽ. അപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിലും സുജൂദ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ റബ്ബുണ്ട് എന്ന് നമ്മളിങ്ങനെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ അതൊക്കെ നമുക്കൊരു പോസിറ്റീവ് എനർജിയായി വരും. നമുക്ക് എത്ര വലിയ സങ്കടമുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ എത്ര നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാത്തവരാണെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്കതൊക്കെ എന്താ പറയുക, നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജിയാണ് നമ്മളെക്കൊണ്ട് നിസ്കരിക്കണ്ട, അല്ലെങ്കിൽ നിസ്കാരത്തിൽ ഇപ്പം പിശാചിന് നമ്മുടെ ബ്ലഡിലൂടെ ചോരയിലൂടെ ഒക്കെ നടക്കാനുള്ള കഴിവുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കും. അഥവാ ശൈത്താൻ്റെ എല്ലാ അധിക ശല്യങ്ങളിൽ നിന്നും ഇപ്പോൾ ഈ ചിന്ത ലഭിക്കാത്തതൊക്കെ ശൈത്താനാണ് നമുക്ക് ഓരോന്ന് മനസ്സിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ സമാധാനം ലഭിക്കും. നിങ്ങൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.